നമ്മുടെ കേരളത്തിലേക്ക് ഐതിഹാസിക ഫുട്ബോൾ ടീമായ അർജന്റീനയുടെ ടീമും അർജന്റീനയുടെയും ലോകത്തിൻ്റെയും ഐതിഹാസിക നായകനായ ലയണൽ മെസ്സിയും വരുമോ ഇല്ലയോ എന്നുള്ള വാർത്തയുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളും ആശങ്കകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും പ്രചരിക്കുകയുണ്ടായി. പല രീതിയിലുള്ള വാർത്തകൾ വരികയുണ്ടായി. ആ ടീം വരുന്നില്ല, മെസ്സി വരുന്നില്ല, അവരുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പിൻ്റെ കാര്യത്തിൽ സ്പോൺസർ കമ്പനി ഇടപെട്ടില്ല, അതിൻ്റെ സമയപരിധി കഴിഞ്ഞിരിക്കുന്നു, ഈ രീതിയിലുള്ള വാർത്തകളെല്ലാം ഉണ്ട്. ഇപ്പോൾ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെസ്സി വരിക തന്നെ ചെയ്യും, മെസ്സി വരും മെസ്സി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വീണ്ടും ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ സംസ്ഥാന കായിക മന്ത്രിയുടെ വിശദീകരണം വന്നിരിക്കുന്നു. സ്റ്റേഡിയം സംബന്ധിച്ച് ഒരു തർക്കമില്ല, ഇത് ഫിഫയുമായി ബന്ധപ്പെട്ട ഒരു മാച്ചല്ല, അതുകൊണ്ട് അത്തരത്തിലുള്ള ചരടുവലികളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. തിരുവനന്തപുരത്ത് ഈ കളി കൃത്യമായി നടത്താൻ കഴിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് മെസ്സി വരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കായിക മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മെസ്സി കേരളത്തിൽ കളിക്കാനെത്തുമെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് MT ആൻഡോ അഗസ്റ്റിൻ സൂചിപ്പിച്ചിരിക്കുന്നു. തീയതി അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് അറിയിക്കുക. ഈ തീയതി അറിയിച്ചാൽ പണം നൽകുമെന്നാണ് ആൻഡോ അഗസ്റ്റിൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കായിക മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം, ഈ കളി തിരുവനന്തപുരത്ത് നടത്താൻ കഴിയുന്ന സാഹചര്യമുണ്ട്, മെസ്സി വരിക തന്നെ ചെയ്യും, അതിലൊരു സംശയവും വേണ്ടതില്ല എന്നാണ് കായിക മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിട്ട് സന്തോഷമുള്ള കാര്യമാണ്. സ്റ്റേഡിയം സംബന്ധിച്ച് ആശങ്കയൊന്നും ഇല്ല. തിരുവനന്തപുരത്ത് മത്സരം നടത്താവുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ അർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ പ്രേമികൾക്ക്, പ്രത്യേകിച്ചും ലയണൽ മെസ്സിയെ ആരാധിക്കുന്നവർക്ക് സന്തോഷകരമായി അവരുടെ പ്രതീക്ഷ തുടരുക തന്നെ ചെയ്യാം. പ്രത്യേകിച്ചും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ, ചെറിയ കുട്ടികളടക്കമുള്ളവർ കുടുക്കകൾ വാങ്ങിച്ച് അതിൽ പൈസ സൂക്ഷിച്ചു വെച്ച് മെസ്സിയും ടീമും എത്തി കളി ആരംഭിക്കുന്നതിന് മുമ്പ് കുടുക്ക പൊട്ടിച്ച് ടിക്കറ്റ് വാങ്ങി കളി കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന നിരവധി പേർ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് അവരുടെ ആശങ്ക മാറ്റിയിട്ട് വീണ്ടും മെസ്സി വരും എന്നുള്ള പ്രതീക്ഷയിൽ, വരും എന്നുള്ള പ്രതീക്ഷയിൽ കുടുക്കയിൽ പണം കൂട്ടിവെച്ച് ടിക്കറ്റിന് പണം സ്വരൂപിക്കാൻ കഴിയും. ഒക്ടോബറിൽ അർജന്റീന കേരളത്തിൽ കളിക്കുമെന്നാണ് കായിക മന്ത്രി അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മത്സരം നടത്താൻ കഴിയുമെന്ന് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു. ആ രീതിയിൽ മെസ്സി വരിക തന്നെ ചെയ്യും, മെസ്സി കേരളത്തിൽ കളിക്കാനെത്തും. ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ അതിൻ്റെ ഒരു വിശദീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നു. തീയതി AFA ആണ് അറിയിക്കുക. സ്പോൺസർ പണമടച്ചാൽ മത്സരം നടത്തും. അത് നവംബറിലോ ഒക്ടോബറിലോ ഈ ടീം കേരളത്തിലെത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. തിരുവനന്തപുരത്ത് മത്സരം നടത്താം, ഒക്ടോബറിൽ അർജന്റീന കേരളത്തിൽ കളിക്കുക തന്നെ ചെയ്യും എന്നാണ് കേരളത്തിലെ കായിക പ്രേമികളിൽ വിശിഷ്യ ഫുട്ബോൾ പ്രേമികളിൽ വിശിഷ്യ അർജന്റീന ടീം പ്രേമികളിൽ വിശിഷ്യ മെസ്സിയുടെ കളിയെ സ്നേഹിക്കുന്നവരെയും ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് കായിക മന്ത്രിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. മെസ്സി വരും എന്ന് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് മത്സരം നടത്താൻ കഴിയുമെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ സൂചിപ്പിച്ചിരിക്കുന്നു. സ്റ്റേഡിയം സംബന്ധിച്ച് ഒരു ആശങ്കയും നമ്മുടെ മുന്നിലില്ല എന്ന് മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു. ഇത് ഫിഫയുടെ ഒരു ഔദ്യോഗിക മത്സരമല്ല, അത്രത്തോളം കെട്ടുപാടുകളും സങ്കീർണതകളും ഇതിൻ്റെ പിറകിലില്ല. ഒക്ടോബറിൽ അർജന്റീന കേരളത്തിൽ കളിക്കാൻ വരിക തന്നെ ചെയ്യും, നിങ്ങൾ കാത്തിരുന്നോളൂ, സ്റ്റേഡിയം ഒരുക്കി എല്ലാം നമ്മൾക്ക് തയ്യാറായിട്ടിരിക്കാം, കളി കാണാനിരിക്കുന്നതേയുള്ളൂ, മെസ്സിയുടെ കളി കേരളം കാണാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. വരും മെസ്സി എന്ന് മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നു. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനത്തിൻ്റെ മറവിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തയിലേക്ക് നമ്മൾക്കിനി വരാം.